നമസ്കാരം. മൾട്ടിനാഷണൽ എന്റർപ്രൈസുകൾക്ക് മേലുള്ള 15% ടാക്സ് അല്ലെങ്കിൽ നികുതി ചുമത്തിക്കൊണ്ടുള്ള നിയമം കുവൈറ്റിൽ വന്നു കഴിഞ്ഞു. ഈ പുതിയ നിയമം ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ബിസിനസ് സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയെന്നാണ് പറയുന്നത്. ഈ മാസം ആദ്യം പ്രാബല്യത്തിലായ നിയമം കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന 255 പ്രവാസി കമ്പനികൾക്കുൾപ്പെടെ ബാധകമാകും. അടുത്തിടെ കുവൈറ്റ് മന്ത്രിസഭ പച്ചക്കൊടി വീശിയ കരട് നിയമം ഈ മാസം ആദ്യമായാണ് പ്രാബല്യത്തിലായത്. അതേസമയം പുതിയ ടാക്സ് നിയമം കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടമോ ബാധ്യതയോ ഉണ്ടാക്കുന്നില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ അംഗമായുള്ള ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 2023 രാജ്യാന്തര ടാക്സ് പരിഷ്കരണങ്ങൾക്ക് അംഗീകാരം നൽകിയത്. 2021 തന്നെ 135-ലധികം വരുന്ന അംഗരാജ്യങ്ങൾ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്ക് 15% നികുതി ചുമത്താനുള്ള രാജ്യാന്തര ടാക്സ് കരാർ അംഗീകരിച്ചിരുന്നു. ഇനി ആർക്കൊക്കെയാണ് ഇത് ബാധകമെന്ന് നോക്കിയാലോ. ഒന്നിലധികം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അധികാര പരിധിയിൽ ബിസിനസ് ചെയ്യുന്ന കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനി ഉടമകൾ ടാക്സ് നൽകണം. നിയമം ലക്ഷ്യമിടുന്നത് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള അന്തരീക്ഷമാണ്. കൂടാതെ എണ്ണ വരുമാനത്തിലേക്കുള്ള ആശ്രയത്വം കുറയ്ക്കുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സമ്പദ് വ്യവസ്ഥ വാർത്തെടുക്കുക, ഭാവിയിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക, വികസനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുക, ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിയമം നടപ്പാക്കുന്നതിലൂടെ ടാക്സ് ഇനത്തിൽ പ്രതിവർഷം 250 മില്യൺ കുവൈറ്റ് ദിനാർ അല്ലെങ്കിൽ $800 മില്യൺ വരുമാനം ലക്ഷ്യമിടുന്നുണ്ട്. ആഗോളതലത്തിലുള്ള നികുതി വെട്ടിക്കലിന് തടയിടാനും നിയമം സഹായിക്കുമെന്നാണ് കരുതുന്നത്. രാജ്യാന്തര ടാക്സ് സംവിധാനത്തിലെ ചില പഴുതുകൾ അടയ്ക്കുന്നതാണ് പുതിയ നിയമം. അതേസമയം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ ആകർഷിക്കാനുള്ള കുവൈറ്റിന്റെ ശേഷിയെ ബാധിക്കില്ലെന്നും പറയുന്നുണ്ട്. 2018 5% മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റും കഴിഞ്ഞ വർഷം 9% കോർപ്പറേറ്റ് നികുതിയും UAE നടപ്പിലാക്കിയിരുന്നു. ആദായ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഒമാൻ ആയിരുന്നു. ഏകദേശം 6 ലക്ഷം ഇന്ത്യക്കാരെ ഇത് ബാധിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മറ്റ് ഗൾഫ് രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയവയും വിവിധ തരത്തിലുള്ള നികുതി ഈടാക്കുന്നുണ്ട്. 15% സൗദി അറേബ്യ ഈടാക്കുന്ന മൂല്യവർദ്ധിത നികുതി. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയത് നികുതിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരായ ടാക്സ് പ്രൊഫഷണലുകൾക്ക് എക്കാലത്തും വലിയ ഡിമാൻഡുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ നികുതിയിലേക്ക് കടക്കുന്നതോടെ ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ഈ മേഖലയിലെ 41% കമ്പനികളും ടാക്സ് പ്രൊഫഷണലുകളുടെ ക്ഷാമം നേരിടുന്നുണ്ട്. പുതിയ ആളുകളെ നിയമിച്ചും നിലവിലുള്ള ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകിയുമാണ് കമ്പനികൾ ഇതിനെ നേരിടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.